മോളെ ജോലിയായിരിക്കില്ലയോ? മോളെ എടി എനിക്കൊരു 3-4 ഉരുളക്കിഴങ്ങ് തരാവോ? അയ്യോ പിന്നെന്താ? പുള്ളിക്കാരൻ ഇല്ലയോ? ഇല്ല. ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. വിചാരിക്കുവോ? ഓ എന്തോന്ന് വിചാരിക്കാനാ? ചേച്ചി പറ. നിങ്ങളുടെ ബന്ധുക്കാരാണോ സ്കൂളിന്റെ അവിടെയൊക്കെ വെച്ച് താമസിക്കുന്നത്? ഏത് സ്കൂളിന്റെ? ഓ ഇല്ല, അമ്മമാരെ നടത്തുന്ന സ്കൂളില്ലയോ? ഞങ്ങളുടെ ബന്ധുക്കാരും ഇവിടെ ഇല്ലേ ചേച്ചി? ഓ മിനിങ്ങാന്ന് ഞാൻ കവിടായിരുന്നു തൊഴിലുറപ്പ്. ഇവിടുത്തെ സാറിന്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, അതാ ചോദിച്ചേ. അവിടെ ഏത് വീട്? ഓ നമ്മുടെ രാജപ്പ സാറിന്റെ വീട്. ആഹാ, ആ റിട്ടയർഡ് തഹസിൽദാര്. ഓ അത് എന്തെങ്കിലും കാര്യം പറയാൻ പോയതായിരിക്കും. അതിന് രാജപ്പ സാറും പെണ്ണുമ്പള്ളി ഒരാഴ്ചയായിട്ടല്ല. പിന്നെ അയാൾ ആരെ കാണാനോ പോയത്? അതില്ലേ കൊച്ചെ ചോദിച്ചേ, നിങ്ങളുടെ ബന്ധുക്കാരും വല്ലോ ആണോ അത്? അവിടെ സാറിന്റെ മരുമോള് മാത്രമേ ഉള്ളൂ. കണ്ടിട്ടുണ്ടോ അവളെ? അയ്യോ ഒരു മുറ്റു മുതലാ. ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ ആരാൻ്റെ കാറാന്നാ. പിന്നെ ചിരി കേട്ടപ്പോഴല്ലോ മനസ്സിലായി ഇവിടുത്തെ സാറാന്ന്. ഓ അവിടെ ഒരു ചിരിയും വർത്താനോ ഒന്ന് കേൾക്കണമായിരുന്നു. സാറിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവളെ പറ്റി പണ്ടും നാട്ടുകാരെന്തൊക്കെയാ പറയാന്ന് അറിയാവോ നിനക്ക്? ചേച്ചിക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടായോ? ആ മോളെ പപ്പടം ഉണ്ട്, കുറച്ച് പപ്പടം കൂടെ തടി, ഞാനങ്ങ് തിരിച്ചു തരാം. ഓ ഇതൊന്നും തിരിച്ചു തരാനൊന്നും നിൽക്കണ്ട. ഞാനിങ്ങനെ പറഞ്ഞതൊന്നും സാറിനോട് പറയണ്ട കേട്ടോ. ആ ചെടിയുടെ വില എത്രയാണെന്ന് നിനക്കറിയാവടി? മാല കെട്ടി അമ്പലത്തിൽ കൊടുക്കാൻ. അല്ല അമ്പലത്തില് ഞാൻ കാശ് മുടക്കി മേടിച്ചു വെച്ചിരിക്കുന്ന ചെടിയുടെ പൂ വേണോടി നിനക്ക് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാൻ? ദൈവമേ, ഒരെണ്ണമില്ലാതെ എല്ലാം പറിച്ചു കളഞ്ഞല്ലോ, ദ്രോഹി. ഇനി ഇമാതിരി പണി നീ കാണിച്ചാൽ അടിച്ച് നിന്റെ പടം ഞാൻ എടുക്കും. പരദൂഷണക്കാരി കള്ളി.